ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ, അതല്ല BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതുമല്ലെങ്കിൽ BA ജേർണലിസം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ മികച്ച ഒരു തൊഴിൽ ടെക്നോപാർക്കിലെ ഒരു പ്രമുഖ കമ്പനിയിൽ നേടുവാനുള്ള അവസരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട, റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട, ക്രിയേറ്റീവ് കോണ്ടൻറ്റ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലവസരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ അവസരത്തിന് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടെക്നോപാർക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. നല്ല റെപ്യൂട്ടേഷനുള്ളൊരു സ്ഥാപനമാണ്. ഇവർ പബ്ലിക് റിലേഷൻസ് കണ്ടൻറ് റൈറ്റർ എന്ന പൊസിഷനിലേക്ക് ഒരു ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അവർക്ക് പബ്ലിക് റിലേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, PR ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ കോണ്ടൻറ് റൈറ്റിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് ഒരു ജേർണലിസം റിലേറ്റഡ് ഡൊമൈനാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെ കോണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ജേർണലിസം റിലേറ്റഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് ഒരു ഡൊമൈനാണ്. അപ്പോൾ ഇവരെ ആവശ്യപ്പെട്ടേക്കുന്ന ഈ പൊസിഷന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി, ബാക്കി ആപ്ലിക്കേഷൻ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. അതായത് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അഭിലഷണീയമാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം 1 വർഷത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അത് ജേർണലിസത്തിലാകാം, പബ്ലിക് റിലേഷൻസിലാകാം, റൈറ്റിങ്ങിലാകാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ തേടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരെയുമല്ല, എന്നാൽ തീരെ ഫ്രഷർ കാൻഡിഡേറ്റ്സിനെയുമല്ല ഇവർ നോക്കുന്നത്. അപ്പോൾ 1 മുതൽ 2 വർഷം എക്സ്പീരിയൻസ് എന്നവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ BA ജേർണലിസം, അതുമല്ലെങ്കിൽ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഒരു പക്ഷേ BVOC പോലെയുള്ള പ്രോഗ്രാമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. കാരണം ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനുള്ള കഴിവ്. കാരണം കോണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എഴുതാനുള്ള പ്രാവീണ്യമാണ് വേണ്ടത്. നോർമലി ഇംഗ്ലീഷ് കോണ്ടൻറ് റൈറ്റിങ്ങിലാണ് സാധാരണ കൂടുതലും കമ്പനികൾ. ഇവർ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കോണ്ടൻറ് റൈറ്റിംഗ് സ്കിൽസ് ഉള്ളവരെയാണ് ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനായി നിങ്ങൾക്ക് ഹിന്ദിയിലും അല്ലെങ്കിൽ തമിഴ് പോലെയുള്ള മറ്റേതെങ്കിലും ലാംഗ്വേജിൽ എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നു എന്ന് ഇരിക്കും. കാരണം ബേസിക്കലി കോണ്ടൻറ് റൈറ്റിംഗ് കമ്പനീസ് എല്ലാം ചെയ്യാറുള്ളത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ഒരു മുൻഗണന ഒരുപക്ഷെ ലഭിക്കാനായിട്ടുള്ളൊരു സാധ്യത ഇവർ പറയുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പിംഗ് സ്പീഡും, അതായത് 35 to 40 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പീഡും നമുക്ക് വേണം. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ബ്ലോഗ് മേക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കോണ്ടൻറ് ക്രിയേഷൻ. അപ്പോൾ ഒരുപക്ഷെ ജേർണലിസം ക്ലാസ്സിലൊക്കെ പഠിച്ചവർക്കറിയാം, നിങ്ങൾ പഠിച്ചതിനകത്ത് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ന്യൂസ് റൈറ്റിംഗ്, ഹെഡിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ജേർണലിസം ക്ലാസ്സിൽ. അപ്പോൾ അതനുസരിച്ച് ഈ ബ്ലോഗിന് വേണ്ടി കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാനൊക്കെയുള്ള കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കീവേഡിനെ ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാനൊക്കെയുള്ള കഴിവ് ഒരുപക്ഷെ ഒരു അഡീഷണൽ സ്കില്ലായിട്ട് നിങ്ങൾ കരുതപ്പെടാം. ഇനി നിങ്ങൾ അത്തരം സ്കിൽസ് ഒന്നും വളർത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ജേർണലിസം മേഖലയിലുള്ള ആളാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. കീവേഡ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അതൊക്കെ ഇനിയുള്ള കാലത്ത് അതൊന്നും ഇല്ലാതെ ഇനി എഴുതുക എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അപ്പം നിങ്ങൾ എഴുതുന്ന ഒരാളാണെങ്കിൽ കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാൻ സാധിക്കണം, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇത് ഇവർ സ്പെസിഫിക്കലി അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ ഞാനൊരു അഡീഷണൽ ഇൻപുട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത്തരം ജോബ് പൊസിഷൻസിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പതറരുത്. അപ്പം ഇതറിയാത്ത വിഷയങ്ങളാണെങ്കിൽ നിങ്ങളതൊന്ന് പഠിച്ചൊക്കെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അവർ ബേസിക് ഒരു ബ്ലോഗ് പോസ്റ്റിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെയുള്ള കോണ്ടൻറ് ക്രിയേഷൻ, അതിനുവേണ്ടിയുള്ളൊരു പ്രാവീണ്യം കൂടെ നിങ്ങൾ വളർത്തിയെടുക്കണം എന്നവർ പറയുന്നുണ്ട്.
ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അവരുടെ ഒരു മെയിൽ ID തന്നിട്ടുണ്ട്. ആ മെയിൽ IDയിലേക്ക്, അവരുടെ ഒഫീഷ്യൽ മെയിൽ IDയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവരുടെ ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ഇടാം. ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ November 21, 2024, 2024 November 21. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസൊക്കെ മുൻകൂട്ടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലൊന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.